വഴക്കിന്റെ അഗ്നി. ഒരു ചെറിയ ഗ്രാമത്തിൽ രമേശും അർജുനും എന്ന രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ആദ്യം അതൊരു ചെറിയ തീപ്പൊരി മാത്രമായിരുന്നു. രമേശ് തന്റെ പുസ്തകം തിരികെ നൽകാൻ മറന്നുവെന്ന് അർജുൻ കരുതി. ഒരു അയൽക്കാരൻ ഇതിനെക്കുറിച്ച് കേട്ടപ്പോൾ മറ്റൊരാളോട് മന്ത്രിച്ചു, കേട്ടോ, രമേശ് ഒരിക്കലും സാധനങ്ങൾ തിരികെ നൽകാറില്ല. പെട്ടെന്ന് കൂടുതൽ ആളുകൾ സംസാരിക്കാൻ തുടങ്ങി. ചെറിയ തീപ്പൊരി അഗ്നി പോലെയായി. രണ്ടു സുഹൃത്തുക്കളും കോപിതരായി. വഴക്ക് ഗ്രാമം മുഴുവൻ പടർന്നു. ഒരു ദിവസം ഒരു പഴയ ജ്ഞാനി എന്താണ് സംഭവിക്കുന്നതെന്നു കണ്ടു. അദ്ദേഹം പറഞ്ഞു, വിറക് ഇട്ടുകൊണ്ടിരുന്നാൽ മാത്രമേ തീ കത്തും. അത് നൽകുന്നത് നിർത്തിയാൽ അത് കെട്ടുപോകും. ആളുകൾ മനസ്സിലാക്കി, അവരുടെ അപവാദങ്ങളാണ് വഴക്കിനെ വലുതാക്കുന്ന വിറകെന്ന്. അവർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി. വൈകാതെ രമേശിന്റെയും അർജുന്റെയും കോപം മാറി. ഒടുവിൽ അവർ നേരിട്ട് സംസാരിച്ചു. വീണ്ടും സുഹൃത്തുക്കളായി. പാഠം: വിറകില്ലാതെ തീ കെട്ടുപോകുന്ന പോലെ ആളുകൾ അപവാദങ്ങൾ പറയുന്നതും കോപത്തിന്റെ ഇന്ധനം പകരുന്ന വാക്കുകൾ പറയുന്നതും നിർത്തുമ്പോൾ വഴക്കുകൾ അവസാനിക്കുന്നു. വിറക് ഇല്ലാഞ്ഞാൽ തീ കെട്ടുപോകും. നുണയൻ ഇല്ലാഞ്ഞാൽ വഴക്ക് ഇല്ലാതെയാകും. സദൃശവാക്യങ്ങൾ 26 അധ്യായം 20 വാക്യം.